പണ്ട് സ്കൂളിൽ പരീക്ഷ എഴുതുന്ന കാലത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊരു സെഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്യൂട്ടബിൾ വേർഡ്സ് വെച്ച് അത് ഫില്ല് ചെയ്യണം. ഏതെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല, തെറ്റിപ്പോവും. കൃത്യമായിട്ട് വാക്ക് പ്ലേസ് ചെയ്യണം, അവിടെയാണ് മാർക്ക് കിട്ടുന്നത്. സ്യൂട്ടബിളായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ആൻസറിൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ ഗോസ്പൽ യേശു പറയുന്നതാണ്. നിയമവും പ്രവാചകന്മാരെയും അസാധുവാക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കും. അല്ല, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണോ നിയമവും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യാനാണ് എൻ്റെ പ്രസൻസ്. എനിക്കിപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, ഒത്തിരി വചനം വ്യാഖ്യാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കയ്യിൽ കിട്ടുന്ന വചനത്തെ നമ്മളുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളെ കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യണം, ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ, ആരും ചിന്തിക്കാത്ത രീതിയിൽ ഒരു ഗോസ്പൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഉള്ളിൽ തോന്നുന്നൊരു ഭയം ഇതാണ്, ചില ഇൻ്റർപ്രിട്ടേഷൻ നടന്ന സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വല്ലാത്തൊരു ഭയം ഉള്ളിലുളവാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിഷ്ടമുള്ള പോലെയൊന്നും വചനം വ്യാഖ്യാനിക്കാൻ പാടില്ല. അതാണല്ലോ കർത്താവ് പറഞ്ഞത്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനത്തിൽ വള്ളിയോ പുള്ളിയോ മാറില്ല, അതിലൊരക്ഷരം പോലും മാറാൻ പാടില്ല. അതങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദൈവം എന്താഗ്രഹിച്ചോ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ദൈവത്തോട് അടുക്കാൻ തോന്നണം, സഭയോട് സ്നേഹം തോന്നണം. അല്ലാതെ ആരാണോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അയാളോടല്ല ഇഷ്ടം തോന്നേണ്ടത്. ചില സമയങ്ങളിൽ ചില ധ്യാന ഗുരുക്കന്മാരുടെ ടോക്കൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്നൊരു ഭയം ഇതാണ്, ഇത്രയും ഭയപ്പെടുത്തിയാണോ കർത്താവ് വചനങ്ങളൊക്കെ പറഞ്ഞത്? എത്ര സ്നേഹത്തിൻ്റെയും കരുണയുടെയും വചനങ്ങളൊക്കെയാണ് ക്രിസ്തു പറഞ്ഞത്. എന്നിട്ടും ആ വചനങ്ങളൊക്കെ വളച്ചൊടിച്ച് വല്ലാണ്ട് മനുഷ്യരെ ഭയപ്പെടുത്തിയും ഭീതിയിലാഴ്ത്തിയും നിരാശയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ചില ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ കർത്താവ് സഹിക്കുന്നുണ്ടാവോ? ഓർത്തിരിക്കണം, ഈ ഭൂമിയും ആകാശവും ഒക്കെ കടന്നു പോയാലും അവൻ്റെ വാക്ക് കടന്നു പോവില്ല. അവൻ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നത്. നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് ഇൻകംപ്ലീറ്റ് ആക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.